ഹായ് ഓൾ, ഞാൻ രഞ്ജു രാജേഷ്, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീഷനാണ്. 28 ഡേയ്സ് മാജിക് പ്രാക്ടീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു 16 ദിവസത്തെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് 17ാമത്തെ പ്രാക്ടീസാണ്. 17ാമത്തെ പ്രാക്ടീസിൻ്റെ പേര് മാന്ത്രിക ചെക്ക് എന്നതാണ്. ഇപ്പോൾ നമുക്കൊരു നിശ്ചിത എമൗണ്ട് കാശ് ആവശ്യമുണ്ടെങ്കിൽ അതിനായിട്ട് ചെയ്യുന്നൊരു പ്രാക്ടീസാണത്. അപ്പോൾ ഇതിനായിട്ട് നമ്മുടെ കയ്യിൽ ചെക്ക് ലീഫ് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു ചെക്ക് ലീഫ് എടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഗൂഗിളിലൊക്കെ ചെക്കിൻ്റെ ഇമേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എങ്കിൽ ആ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് എന്ത് ചെയ്യുക, പ്രിൻ്റ് എടുക്കുക. എന്നിട്ട് ഇപ്പോൾ നമുക്ക് എന്നാണോ നമ്മൾ ചെക്ക് ഫില്ല് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഡേറ്റും എഴുതിയിട്ട് നമ്മുടെ പിന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു എമൗണ്ട് എഴുതി നമ്മുടെ പേര് എഴുതി നമ്മൾ സൈൻ ചെയ്യുക. എന്നിട്ട് നമുക്കിപ്പോൾ ആദ്യമൊക്കെ ചെറിയ എമൗണ്ട് എഴുതണം. അപ്പോൾ ചെറിയ എമൗണ്ട് ആകുമ്പോൾ വേഗത്തിൽ മാനിഫെസ്റ്റ് ആവും. ഇപ്പോൾ നമുക്ക് എന്തിനാണോ ആവശ്യം ആ ഒരു എമൗണ്ട് എഴുതിയിട്ട് അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും വാങ്ങാനാണ് നമ്മുടെ ആ ഒരു എമൗണ്ടിൻ്റെ ആവശ്യമെങ്കിൽ അത് വാങ്ങിയിട്ട് നമ്മൾ ഈ ചെക്കൊക്കെ ഫില്ല് ചെയ്തിട്ട് ആ ചെക്ക് കയ്യിൽ വെച്ചിട്ട് നമ്മളത് ആ എമൗണ്ട് കിട്ടി. എന്നിട്ട് ആ എമൗണ്ട് കൊണ്ട് നമ്മൾ വാങ്ങാൻ ആഗ്രഹിച്ച സാധനം വാങ്ങി നമ്മളത് ഉപയോഗിക്കുന്നതൊക്കെ എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് ഈ ചെക്ക് നമ്മളെപ്പോഴും കാണുന്ന രീതിയിൽ എവിടെയെങ്കിലും ഒന്നുകിൽ നമ്മൾ ഇപ്പോൾ ബാഗിലോ അല്ലെങ്കിൽ പേഴ്സിലോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണുന്ന രീതിയിൽ വയ്ക്കുക. എന്നിട്ട് ഒരു ദിവസം മിനിമം 2 പ്രാവശ്യമെങ്കിലും ഈ ചെക്ക് എടുത്ത് ഇങ്ങനെ അതുകൊണ്ട് നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ കാര്യം ചെയ്തതായിട്ട് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുക. ഇത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള പ്രാക്ടീസാണ്. പിന്നെ ഈ ചെക്കിൽ എഴുതുന്നത് നമുക്ക് പെൻസിൽ കൊണ്ട് എഴുതാം. കാരണം നമുക്കിപ്പോൾ പേന കൊണ്ട് എഴുതിയാൽ അത് വീണ്ടും നമുക്ക് മാറ്റി ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴിത് പെൻസിൽ കൊണ്ട് എഴുതുക. അപ്പോൾ നമുക്കിത് മായ്ച്ചിട്ട് വീണ്ടും അടുത്ത എമൗണ്ട് നമുക്ക് ആ എമൗണ്ടിനായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ആ ഒരു എമൗണ്ട് എഴുതുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. 1-2 പ്രാവശ്യം ഒരു ദിവസം വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ആഗ്രഹം നമുക്ക് അത് ഒന്നുകിൽ നമുക്ക് വാങ്ങാൻ ഉദ്ദേശിച്ച സാധനം നമുക്ക് ഏതെങ്കിലും ഒരു വഴി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ആ കാശ് ലഭിച്ചിട്ട് നമ്മൾ അതിന് ആ ഒരു സാധനം വാങ്ങിയതായിരിക്കും. എന്തായാലും ആ ആഗ്രഹം നേടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ചെക്കിൽ നമുക്ക് എന്തൊക്കെ വീണ്ടും നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലോ. അപ്പോൾ വീണ്ടും അതിന് വേണ്ടിയുള്ള എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇതിലെഴുതി ഇതുപോലെ നമുക്ക് ഈ പ്രാക്ടീസ് ആവർത്തിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ഉള്ളിൽ കാശിനോടുള്ള മനോഭാവം എന്ത് ചെയ്യുക, മാറ്റണം. അതായത് തെറ്റായ നെഗറ്റീവായിട്ടുള്ള മനോഭാവം, കാശ് ഒരുപാട് കിട്ടിയാൽ നമുക്ക് അത് ദോഷമാണ്, തെറ്റാണ്, അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു നെഗറ്റീവ് ചിന്താഗതിയും കാശുകാരോടുള്ള ഒരു നെഗറ്റീവ് അപ്രോച്ചും അതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് അത് മാറണം. ആ നെഗറ്റീവ് ചിന്താഗതിയും മാറണം. എങ്കിലും നമ്മളിലേക്കുള്ള കാശിൻ്റെ ഒഴുക്ക് വർദ്ധിക്കത്തുള്ളൂ.